ഹായ് നമസ്കാരം. ഞാനേ മോർണിംഗ് എന്നത് FPV ഫ്ലൈ ചെയ്യാൻ വന്നിട്ടാ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ മെയിൻ ഇട്ടിട്ടില്ല. ഇത് നമ്മൾ ഈ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ എനിക്കിത് ഉണ്ടാക്കാൻ അറിയാം. ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല, പ്രോഗ്രാമേ അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സാധാ ഒരു ഡ്രോൺ ഓടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് കയറി ഓടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നത് സ്റ്റേബിളായിട്ട് നിൽക്കില്ല, അല്ലെങ്കിൽ മുകളിലേക്ക് അടിയിലേക്ക് സൈഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ ടൈം കൺട്രോൾ ചെയ്തിരിക്കണം. പിന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡാണ്. ഞാൻ സ്പീഡ് പറയുന്നില്ല, നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര സ്പീഡ് ഉണ്ടാവുന്നു. അപ്പോൾ നേരെ ഫ്ലൈയിങ്ങിലേക്ക് പോട്ടെ. ഇനിയിപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ പോലെ പണിതിട്ടുള്ളൂ. ഇത് FSI-6 ആണ്. ഈ റിമോട്ടിൻ്റെ തന്നെ റിസീവറാണ് ഈ കാണുന്നത്. പിന്നെ ബാറ്ററി, 4 മോട്ടർ, ESC ബോർഡ്, 4-in-1 ESC, അതിൻ്റെ മോഡൽ ഫ്ലൈറ്റ് കൺട്രോൾ, പിന്നെ ഫ്രെയിം. ഇത്ര ഉള്ള സംഭവം. പക്ഷേ ചെറുതാണെന്ന് നോക്കിയിട്ടല്ലേ, പെർഫോമൻസ് വേറെ ലെവലാണ്. അപ്പോൾ ഞാനത് ഫ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഡ്രോൺ അടിച്ചിരിക്കോ ബാ ഉണ്ടാ ഡ്രോൺ അടിച്ചില്ലോ. ഞാനാ നീ പുല്ലൊന്നോ, നീ ഇത് ഡ്രോൺ ആക്കാൻ വില പിടിച്ച് കടിക്കുമോ ചേട്ടാ? ഞാൻ ഫ്ലൈ ചെയ്യാൻ പോട്ടാ. അല്ലെങ്കിൽ പൂച്ചവരെ കൂട്ടുമായിട്ട് തുടങ്ങി. ഞാൻ കുറച്ചുകൂടി താഴ്ത്തി കരുതിയായിരിച്ച് ഞാൻ ക്യാമറ താഴ്ത്തി ആക്കിക്കൊണ്ടിരിക്കുക. എടുത്തെടുത്തെടുത്തു കൊക്കെത്താന്. പോത്ത് നോക്കി നോക്കി ഒരെണ്ണം കൂടി. അപ്പോൾ ഫ്ലൈയിങ് കണ്ടില്ലേ? ഇപ്പോൾ സ്പീഡ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഞാൻ മോർണിംഗിൽ വന്ന് ഫ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമുള്ളത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞാൽ ആദ്യം ഫ്ലൈ ചെയ്തപ്പോൾ ഇത്തിരി ടെൻഷനായിരുന്നു. പിന്നെ പോയി ഭയങ്കര ഇഷ്ടമായി ഇത് ഫ്ലൈ ചെയ്യാൻ. അതായത് അത്ര സ്പീഡിൽ അവിടെ മൈൻഡും കറക്റ്റ് ആവുന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ സ്കില്ല് ചെയ്യണമെന്നാണ് ആഗ്രഹമുണ്ട്, പക്ഷേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോൺ ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് FPV ഡ്രോൺ. സാധാ ഡ്രോൺ പോലെ അല്ലാതെ ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ഇത് മേടിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലൈയിങ് വീഡിയോ നിങ്ങൾക്ക് തരണമെങ്കിൽ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടുന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതിൻ്റെ ഒരു മോട്ടറിന് 1200 രൂപ വില ഉണ്ട്. അങ്ങനെ 4 മോട്ടർ. പിന്നെ FCക്ക് ഒരു 7000 വരുന്നുണ്ട്. മറ്റേ സ്റ്റാക്കായിട്ട് FCയും ESCയും കൂടി സ്റ്റാക്കായിട്ട് വരുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ESC ഞാൻ എൻ്റെ അതിഗംഭീരമായ ഫ്ലൈങ്ങിൽ ഇതിൻ്റെ ESC അടിച്ചു പോയി. അപ്പോൾ ഇത്തിരി വില കൂടി ESC വീണ്ടും വെച്ചിട്ട് ബാറ്ററിക്ക് ഒരു 2400 രൂപ 2600 രൂപ 6Sൻ്റെ ബാറ്ററി കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഫ്രെയിമിന് 2000 രൂപ, മാക്സിമം ഒരു 10-22,000 രൂപയ്ക്ക് എല്ലാം ഒതുങ്ങും. പക്ഷേ ഫ്ലൈങ് കണ്ടീഷൻ നിങ്ങൾക്ക് റിമോട്ടും ചാർജറൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 10-30,000 ഒതുങ്ങും, എല്ലാം കൂടി ഒതുങ്ങും. അപ്പോൾ ഡ്രോണിൻ്റെ വാല്യൂ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഫ്ലൈ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും കാശിൽ വെക്കണ്ടിരിക്കാം. ഇനി നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ ക്യാമറ VTX ഗൂഗിൾസൊക്കെ മേടിച്ച് വരുമ്പോൾ നല്ലൊരു പൈസയും ഞാൻ നല്ലൊരു രീതിയിൽ ഫ്ലൈ ആണെങ്കിൽ ഞാൻ അതൊക്കെ മേടിച്ചിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ പോട്ടെ ടാറ്റാ.